നമസ്കാരം, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു പാട്ടിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. മാർഗഴി തിങ്കളല്ലവാ എന്ന് തുടങ്ങുന്ന ഡാൻസ് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാം. അപ്പോൾ ശരി, വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് കയറി വരാം. ഞാനിപ്പോൾ ഈ സൈഡിൽ നിന്ന്, റൈറ്റ് സൈഡിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ കയ്യിൽ ഒരു വിളക്ക് ഇങ്ങനെ നമുക്ക് വെച്ചേക്കാം. അപ്പോൾ ആദ്യം ഒരു 4 സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ല സ്ലോയിലാണ് പാട്ട് വരുന്നത്. 1 എന്നിട്ട് പതുക്കെ അവിടെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് 2 3 4 എന്ന് പറയുമ്പോൾ പതുക്കെ ഇങ്ങനെ നടന്ന് കുറച്ച് സ്റ്റെപ്സ് എടുത്ത് നമ്മളിങ്ങനെ സെൻറ്ററിലോട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കൈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ പൊക്കി റൈറ്റിലോട്ട് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ റൈറ്റിലേക്ക് വളഞ്ഞ് ലെഫ്റ്റ് കോർണറിലോട്ട് നോക്കും. കാല് വരുന്നത് റൈറ്റ് ലെഗ് ഇങ്ങനെ പൊക്കി നമ്മളിങ്ങോട്ട് ഫുള്ളായിട്ട് സ്ട്രെച്ച് ചെയ്യും. ഓക്കെ, 1 2 എന്നിട്ട് ചെറുതായിട്ടൊന്ന് കഴുത്തിളക്കി കൊടുക്കും. ഇനി തിരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ട് 1 2 ഇവിടെയും ഒന്ന് കഴുത്തിളക്കി കൊടുക്കും. എന്നിട്ട് ഫ്രണ്ടിലേക്ക് നടന്നു വന്നിട്ട് നമ്മൾ ഈ വിളക്കിങ്ങനെ താഴേക്ക് വയ്ക്കും. എന്നിട്ട് അത് തൊഴുത് കണ്ണിൽ വെച്ച് പതുക്കെ എഴുന്നേക്കും. എഴുന്നേറ്റിട്ട് നമ്മൾ കൃഷ്ണനെ പിടിക്കത്തില്ല, അതായത് ഹംസപക്ഷമോ മൃഗശീർഷമോ പിടിക്കാം. റൈറ്റ് സൈഡിൽ പിടിക്കും. എന്നിട്ട് നമ്മുടെ റൈറ്റ് ഹാൻഡിൽ സിംഹമുഖം പിടിച്ചിട്ട് ഇങ്ങനെ കാല് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുത്തി വയ്ക്കും. നമ്മൾ ലെഫ്റ്റ് കോർണറിലോട്ട് ഇങ്ങനെ നോക്കും. അത് കഴിഞ്ഞിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ബാക്കിലേക്ക് നടക്കുക. ആദ്യം നമ്മൾ റൈറ്റ് ലെഗ് ബാക്കിലോട്ട് വയ്ക്കുമ്പോൾ നമ്മളുടെ ബോഡി റൈറ്റ് കോർണറിലോട്ട് വരും. നമ്മൾ ലെഫ്റ്റ് കോർണറിലോട്ടായിരിക്കും നോക്കുന്നത്. 1 2 3 എന്ന് പറയുമ്പോൾ സമത്തിൽ ചവിട്ടി നിന്നിട്ട് ലെഫ്റ്റ് കൈ ഡോളാഹസ്തം, റൈറ്റ് ഹാൻഡിൽ നമ്മളുടെ കടകാമുഖം പിടിച്ചിട്ട് കാലിങ്ങനെ കറക്കി നമ്മളിങ്ങനെ നോക്കും. ഓക്കെ, ഇത് ഇത്രയാണ് ആദ്യത്തെ, അതായത് ആ മാർഗഴി തിങ്കളല്ലവാന്ന് തുടങ്ങുന്നതിന് മുൻപുള്ള പോർഷൻ. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് പാട്ടുപാടി എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. മാർഗഴി തിങ്കൾ നന്ദഗോപൻ കുമരൻ അത് കഴിയുമ്പോൾ മാർഗഴി തിങ്കളല്ലവാ സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് വരി കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാടിയിട്ട് ബാക്കി മൂളിയത്. സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടുത്തത് പാട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണേ. അപ്പോൾ ആദ്യം ഞാൻ കാല് പറഞ്ഞുതരാം. നമ്മുടെ റൈറ്റ് ലെഗ് നീട്ടിയിട്ട് ലെഫ്റ്റ് ലെഗ് ഇങ്ങനെ ബാക്കിൽ കുത്തും. തിരിച്ച് അതുപോലെ ലെഫ്റ്റ് ലെഗ് നീട്ടിയിട്ട് റൈറ്റ് ലെഗ് ബാക്കിൽ കുത്തും. അപ്പോൾ കൈ ആദ്യം വരുന്നത് ഇങ്ങനെ ഹംസാസ്യം പിടിച്ചിട്ട് മാർഗഴി തിങ്കളല്ലവാ, നമ്മൾ പത്മകോശം, ചന്ദ്രകല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ സ്റ്റെപ്പ് കുറച്ച് സ്പീഡിൽ ചെയ്യും. മതി കൊഞ്ചും നാളല്ലവാ. ഇനി ബാക്കിലോട്ട് നമ്മൾ കൃഷ്ണനെ പിടിച്ചിട്ട് ബാക്കിലോട്ട് നടക്കും. ഇത് കണ്ണൻ വരും പൊഴുതല്ലവാ. കാല് ക്രോസ് ചെയ്ത് നിൽക്കും. എന്നിട്ട് ഫ്രണ്ടിലോട്ട് ഒരു മുറൈ ഊനത് ഇങ്ങനെ ആദ്യം കൈ ഒന്നൊന്ന് കാണിക്കും, പിന്നെ വിരലിങ്ങനെ തിരിച്ച് കാണിക്കും. എന്നിട്ട് ഇങ്ങനെ പതുക്കെ എണീറ്റ് മീൻസ് ഹീൽസിൽ നിന്നിട്ട് തിരുമുഖം പാർത്താൽ. ഓക്കെ, ഇനി ഫ്രണ്ടിലോട്ട് നടന്നു വരും. കൈ ഇങ്ങനെ ജസ്റ്റ് 1 2 വീടൈ പേരും ഉയരല്ലവാ. ഇതെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കൈകളായതുകൊണ്ട് കേട്ടോ ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പോൾ ഇത്രയും നമുക്ക് ചേർത്തൊന്ന് കളിച്ചു നോക്കാം. മാർഗഴി തിങ്കളല്ലവാ, മതി കൊഞ്ചും നാളല്ലവാ, ഇത് കണ്ണൻ വരും പൊഴുതല്ലവാ, ഒരു മുറയുനത് തിരുമുഖം പാർത്താൽ വിടൈ പേരും ഉയരല്ലവാ. ഇത്ര മനസ്സിലായോ? അടുത്തത് ഒരു മ്യൂസിക്കിൻ്റെ പോർഷനാണേ. അപ്പോൾ അതെങ്ങനെ കളിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് കാല് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ധിത്തിത്തൈ എങ്ങനെ കളിക്കുന്നത്? ധിത്തിത്തൈ
ധി തി തൈ. അതായത് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഇത് അരമണ്ഡലത്തിൽ ഇരുന്ന് കളിക്കും. സമത്തിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യും, ഒരുപാട് കാല് സ്ട്രെച്ച് ചെയ്യത്തില്ല. സമത്തിൽ ഇങ്ങനെ ആ ഫസ്റ്റ് ചവിട്ട് മാത്രം ഇങ്ങനെ കാല് പൊക്കിയിട്ട് ഇങ്ങനെ കുത്തും. ഓക്കെ, അപ്പോൾ ഇതിന് കൈ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ശിഖരം പിടിക്കും. ശിഖരം പിടിച്ചിട്ട് ഈ ഷോൾഡറിൻ്റെ അടുത്ത് നിന്ന് ഇത്രയേ ഉള്ളൂ. കൈ നമ്മളിങ്ങനെ നീട്ടിയെടുക്കത്തില്ല. ധി തി തൈ ധി തി തൈ. മനസ്സിലായോ? അപ്പോൾ എങ്ങനെ കളിക്കും? ധി തി തൈ ധി തി തൈ. ഇനി നമ്മൾ രണ്ട് കോർണറിലോട്ട് സമത്തിലാണ് കളിക്കുന്നത്. അപ്പോൾ റൈറ്റ് കോർണറിലോട്ട് പോകുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഇവിടെ ഇരിക്കും. റൈറ്റ് കൈ ഇങ്ങനെ അളപത്മം കടകാമുഖം. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ലെഫ്റ്റ് കാലായിരിക്കും ആദ്യം, ലെഫ്റ്റ് കൈ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അളപത്മം കടകാമുഖം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യും? ധി തി തൈ ധി തി തൈ ധി തി തൈ ധി തി തൈ. ഇനി ബാക്കിലേക്ക് നമ്മൾ ബാക്കിലോട്ട് പോകും. കൈ ഇങ്ങനെ കടകാമുഖം പിടിക്കും. എന്നിട്ട് അളപത്മം ഇങ്ങനെ താഴേക്ക് പിടിച്ചിട്ട് കൈ മുകളിൽ പോകുമ്പോൾ നമ്മുടെ കടകാമുഖം തിരിച്ചു പിടിക്കും. വെറുതെ 4 സ്റ്റെപ്പ് ബാക്കിലോട്ട് നടക്കും. 1 2 3 4. മനസ്സിലായോ? അതിനുശേഷം നമ്മൾ കുതിത്തമെട്ട് അടവില്ല ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. തെയ്ഹ തെയ്ഹി കളിക്കും. തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി. മനസ്സിലായോ? അപ്പോൾ ഇത് നമുക്കൊന്ന് ചേർത്ത് കളിച്ചു നോക്കിയാലോ? ആ ഒരു സ്വരത്തിന് മ്യൂസിക്കിൻ്റെ പോർഷൻ. 1 2 3 സ്റ്റാർട്ട്. ധി തി തൈ 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 ധി തി തൈ. 1 2 3 4 തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി. ഇത്ര എല്ലാവർക്കും മനസ്സിലായോ? ഇനി അടുത്തത് വീണ്ടും നമ്മൾ മാർഗഴി തിങ്കളല്ലവ. അതിൻ്റെ കൈ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഈ ഒരു പോർഷൻ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ 2 സ്റ്റെപ്സ് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് നമ്മൾ താത്തേ തെയ്തം പരവലടവിൽ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് താത്തേ തെയ്തം കളിക്കുന്നത്? താ തെയ് തെയ് താം ധി തെയ് തെയ് താം. രണ്ടാമത്തത് നമ്മൾ തട്ടുമിട്ട അടവിൽ തക്കത്തിമി. അത് എങ്ങനെയാണ് ചെയ്യുന്നത്? കാല് എൽ ഷേപ്പിൽ വെക്കുക. ത ക ധി മി ത ക ധി മി. അപ്പോൾ ഈ 2 സ്റ്റെപ്സാണ് ഈ പോർഷൻ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്താലോ? നമ്മൾ ആദ്യം ചെയ്ത ആ സെയിം കൈ തന്നെയാണ്. ആ കൃഷ്ണൻ്റെ പോർഷൻ വരുമ്പോൾ മാത്രമേ കാല് സ്റ്റെപ്പിനകത്ത് കുറച്ച് വ്യത്യാസമുള്ളൂ. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ മാർഗഴി തിങ്കളല്ലവ എന്ന് പറയുമ്പം മാർഗഴി തിങ്കളല്ലവാ മതി കൊഞ്ചും നാളല്ലവാ. ഇത് കണ്ണൻ വരും എന്ന് പറയുമ്പോൾ റൈറ്റ് കാല് ഫ്രണ്ടിൽ ചവിട്ടിയിട്ട് ലെഫ്റ്റ് കാല് ഇങ്ങനെ ബാക്കിൽ ഇതാ കുത്തി നിർത്തും. എന്നിട്ട് നമ്മൾ റൈറ്റ് സൈഡിൽ കൂടെ കറങ്ങും. 1 2 3 4. എന്നിട്ട് ബാക്കിലോട്ട് 1 2 3 4. നമ്മളിങ്ങനെ ബാക്കിലേക്ക് നടന്നു വരും. ഇനി അടുത്തത് ഒരു മുറയൂനത് വീണ്ടും താത്തേ തെയ്ത്തം കളിക്കും. നമുക്ക് അതിൻ്റെ കൈ എങ്ങനെയാണെന്നുള്ളത് ഓൾറെഡി അറിയാവുന്നതാണ്. ഒരു മുറയൂനത്. ഇത് വേണമെങ്കിൽ കൈ ഡോളഹസ്തോടെ അല്ലെങ്കിൽ കൈ ഇവിടെ വെക്കാം. രണ്ടാണെങ്കിലും കറക്റ്റാണ് കേട്ടോ. അപ്പം എങ്ങനെ? ഒരു മുறை ഉനത് തിരുമുഖം പാർത്താൽ വിടൈ പേരും ഉയരല്ലവാ. ഇനി ഇതിൻ്റെ തക്കത്തിമ്മി കളിക്കും. ഒരു മുறை ഉനത് തിരുമുഖം പാർത്താൽ വിടൈ പേരും ഉയരല്ല. ബാക്കിലോട്ട് വീണ്ടും നടക്കും. 1 2 3 4. കുറച്ച് നടന്നാൽ മതി കേട്ടോ. കാര്യം ഒരുപാട് വലിയ സ്റ്റെപ്സ് എടുത്ത് നടക്കണ്ട. കാരണം വീണ്ടും നമുക്ക് ബാക്കിലോട്ടാണ് പോകേണ്ടത് അടുത്ത സ്റ്റെപ്പിന്. ഇനി അടുത്ത സ്റ്റെപ്പ് വരുന്നതെന്ന് വെച്ചാൽ ഹംസപക്ഷം പിടിക്കും. എന്നിട്ടിങ്ങനെ 1 2 ബാക്കിലോട്ട് ഇങ്ങനെ വരുവായ്. ഇനി അടുത്തത് കൃഷ്ണനെ പിടിക്കും. എന്നിട്ട് നമ്മുടെ റൈറ്റ് കാല് ചവിട്ടി ലെഫ്റ്റ് ലെഗ് ഇങ്ങനെ പൊക്കും. ഇനി ആ ലെഫ്റ്റ് കാല് ഇങ്ങനെ ജസ്റ്റ് കറക്കി ബാക്കിലോട്ട് വയ്ക്കും. അപ്പോൾ കൈ വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ ആ ഒരു റൈറ്റ് കയ്യിൽ സിംഹമുഖമാവും. എന്നിട്ടിങ്ങനെ 1 2. വെറും കനവാണോ എന്നുള്ള രീതിക്ക് ചോദിക്കും. ഓക്കെ, ഇനി അടുത്തത് വീണ്ടും മാർഗഴി തിങ്കളല്ലവായാണ്. മാർഗഴി തിങ്കളല്ലവാ മതി കൊഞ്ചും നാളല്ലവാ ഇത് കണ്ണൻ വരും പൊഴുതല്ല. ഇവിടെ ജസ്റ്റ് കാല് ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങ് നിന്നാൽ മതി. അപ്പോൾ ഇത്രയും പോർഷൻ, അതായത് ഈ മാർഗഴി തിങ്കളല്ലവാ തൊട്ട് ഇത്രയും പോർഷൻ ഞാൻ ചേർത്തൊന്ന് കളിച്ച് കാണിച്ചു തരാം കേട്ടോ. ആദ്യം മാർഗഴി തിങ്കളല്ലവാ മതി കൊഞ്ചും നാളല്ലവാ ഇത് കണ്ണൻ വരും പൊഴുതല്ലവാ ഒരു മുറയൂനത് തിരുമുഖം പാർത്താൽ വിടை പേരും ഉയരല്ലവാ.
ഒരു മുறை ഉനത് തിരുമുഖം പാർത്ത വിടை பெறும் ഉയരല്ലവാ വരുവാ തലൈവാ വെറും കനവാ മാർഗഴി തിങ്കളല്ലവാ മതി കൊഞ്ചും നാളല്ലവാ ഇത് കണ്ണൻ വരും പൊഴുതല്ലവാ. ഇത്ര എല്ലാവർക്കും മനസ്സിലായോ? അടുത്തത് വീണ്ടും ഒരു മ്യൂസിക്കിൻ്റെ പോർഷനാണ് കേട്ടോ. കാര്യം ഇത് കുറച്ച് ലെങ്തി സോങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് മുഴുമണ്ഡലത്തിലിരുന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പെട്ടെന്ന് ഇരുന്ന് എഴുന്നേൽക്കുമ്പം ആ ഒരു പെർഫെക്ഷൻ കിട്ടത്തില്ല എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ അരമണ്ഡലത്തിൽ ഇരുന്നിട്ട് ചെയ്താലും മതിയേ. കൈ വരുന്നത് ഇങ്ങനെ ശിഖരം പിടിക്കും. അതിനുശേഷം റൈറ്റ് ഹാൻഡിൽ പതാക. ഇനി വീണ്ടും ശിഖരം, ലെഫ്റ്റ് ഹാൻഡിൽ പതാക. അപ്പോൾ കാല് വരുന്നത് നമ്മൾ ഒന്നെങ്കിൽ മുഴുമണ്ഡലത്തിലിരുന്നിട്ട് തിരിച്ച് റൈറ്റ് ലെഗ് ഇങ്ങനെ നീട്ടും. ഇനി വീണ്ടും മുഴുമണ്ഡലത്തിലിരുന്നിട്ട് ലെഫ്റ്റ് ലെഗ് ഇങ്ങനെ നീട്ടും. ഇപ്പോൾ ഇത് അരമണ്ഡലത്തിൽ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് നോക്കിയിട്ട് നേരെ നോക്കുവേ. 1 2 3 4. ഇനി വീണ്ടും ലെഫ്റ്റ് കയ്യിൽ പതാക പിടിക്കും, റൈറ്റ് കയ്യിൽ കടകാമുഖം പിടിച്ചിട്ട് നമ്മൾ അരമണ്ഡലം ഓർ മുഴുമണ്ഡലം ഇരിക്കുന്ന ടൈമിൽ ഈ റൈറ്റ് ഹാൻഡ് ഇങ്ങനെ അളപത്മം താഴേക്ക്, അത് കഴിഞ്ഞിട്ട് റൈറ്റ് ലെഗ് ബാക്കിലോട്ട് വരുമ്പം ഈ റൈറ്റ് ഹാൻഡ് കടകാമുഖം മുകളിൽ പിടിക്കും. ഇനി തിരിച്ച് അതുപോലെ ലെഫ്റ്റ് സൈഡ് ചെയ്യും. മനസ്സിലായോ? ഇനി അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് ഹാൻഡ് ഇവിടെ പിടിക്കും, റൈറ്റ് ഹാൻഡിൽ നമ്മൾ കടകാമുഖം പിടിച്ചിട്ട് കാലും കൈയും. ഇവിടെ നമ്മൾ കയ്യിൽ യൂസ് ചെയ്യുന്ന മുദ്ര എന്ന് പറയുന്നത് അളപത്മം കടകാമുഖം, അളപത്മം കടകാമുഖം. കാല് വരുമ്പം റൈറ്റ് ലെഫ്റ്റ് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിലും കുത്താം, കാല് ഫ്രണ്ടിലായിട്ട് വേണമെങ്കിലും കുത്താം, അത് നിങ്ങളുടെ ഇഷ്ടം. റൈറ്റ് ലെഫ്റ്റ് കാല് പൊക്കി വയ്ക്കും. ഇനി തിരിച്ച് ഇവിടുന്ന് ലെഫ്റ്റ് റൈറ്റ് ലെഗ് പൊക്കി വയ്ക്കും. ഓക്കെ, ഇനി നമുക്ക് പഠിച്ച കുറച്ച് അടവുകൾ ഈ ഒരു പാട്ടിനകത്തോട്ട് അപ്ലൈ ചെയ്താലോ? നമ്മളുടെ പരവലടവിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്, അതായത് താത്തേ തെയ്ത്താമിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പിൻ്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും. അതെങ്ങനെയാണ് ചെയ്യുന്നത്? താത്തേ തെയ്ത്താം ധിത്തേ തെയ്ത്താം, താത്തേ തെയ്ത്താം ധിത്തേ തെയ്ത്താം, താത്തേ തെയ്ത്താം ധിത്തേ തെയ്ത്താം, താത്തേ തെയ്ത്താം ധിത്തേ തെയ്ത്താം. ഇനി അതിനുശേഷം ഏത് സൈഡിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാനിപ്പം എൻ്റെ റൈറ്റ് മുട്ട് കുത്തിയിരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ജസ്റ്റ് കാലിങ്ങനെ അരമണ്ഡലത്തിൽ ഇരുന്നിട്ട് ബാക്കി കുത്തിയാലും മതി. ഇങ്ങനെ അളപത്മം, റൈറ്റ് കോർണറിലോട്ട് അളപത്മം. ഇനി നമ്മുടെ ഈ ലെഫ്റ്റ് മുട്ട് കുത്തി നമ്മൾ റൈറ്റ് കാലെടുത്ത് ഇങ്ങോട്ട് വയ്ക്കും. അപ്പോൾ കൈ ഇങ്ങനെ വരും. റൈറ്റ് കയ്യിൽ കടകാമുഖം പിടിച്ചിട്ട് ഇങ്ങനെ നീട്ടും. ഇനി പതുക്കെ നമ്മൾ എഴുന്നേറ്റ് നിന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ കറങ്ങി വരുമ്പോൾ നമ്മുടെ കൈ ഇവിടെ ഇരിക്കും. ലെഫ്റ്റ് ഹാൻഡിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, കടകാമുഖം ജസ്റ്റ് ഇങ്ങനെ തിരിച്ചങ്ങ് പിടിക്കത്തേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ താളം മനസ്സിലാക്കണം. തെയ് തെയ് ധിത്ത് തെയ് 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 ധിത്ത് തെയ്, അങ്ങനെ 4 ഉണ്ട്. ഒരു സൈഡിൽ 2 വെച്ചിട്ട് തെയ് തെയ് ധിത്ത് തെയ് എങ്ങനെ കളിക്കുന്നേ? റൈറ്റ് ലെഫ്റ്റ് ധിത്തി തെയ്, ലെഫ്റ്റ് റൈറ്റ് ധിത്തി തെയ്. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുമ്പം നമുക്ക് ഒരു കാലിൽ തന്നെ തെയ് തെയ് ധിത്ത് തെയ്, അതായത് റൈറ്റിൽ തന്നെ തെയ് തെയ് ധിത്തി തെയ്, വീണ്ടും സെയിം കാല് തന്നെ തെയ് തെയ് ധിത്തി തെയ്. അത് കഴിഞ്ഞ് ലെഫ്റ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അവിടെ 2. അപ്പോൾ കൈ വരുന്നത് നമ്മുടെ ക്രോസ് ധിത്തി തെയ് ആണ് വരുന്നത്. ഞാൻ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. തൃപ്പതാക പിടിക്കും, എന്നിട്ട് കൈ ഇങ്ങനെ നീട്ടുന്ന ടൈമിൽ ഈ കൈക്ക് മാറ്റമില്ല. റൈറ്റ് സൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ നിവർത്തി അങ്ങ് വെച്ചേക്കത്തേ ഉള്ളൂ തൃപ്പതാക. റൈറ്റ് കൈ ഇങ്ങനെ ആദ്യം തിരിച്ചു പിടിക്കും കൈ. അത് കഴിഞ്ഞിട്ട് ആ കൈ ഇവിടെ വരുമ്പോൾ അതേപോലെ സൈഡിലോട്ട് ഇങ്ങനെ വരും, ബാക്കിലോട്ട് ഇങ്ങനെ, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ ബാക്കിലോട്ട് നീട്ടും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പം 1 2 ധിത്തി തെയ്, എന്നിട്ട് ആ കൈ ഇങ്ങനെ കറക്കി 1 2 ധിത്തി തെയ്. നിങ്ങൾക്ക് മനസ്സിലാവാനാട്ടോ ഞാൻ 1 2 ധിത്തി തെയ് എന്ന് പറഞ്ഞു തന്നെ. ഇനി ലെഫ്റ്റ് ചെയ്യുമ്പം തെയ് തെയ് ധിത്തി തെയ്, തെയ് തെയ് ധിത്തി തെയ്. ശരിക്കും നമ്മൾ അടവ് ചെയ്യുമ്പം ഇങ്ങനെയൊക്കെ നോക്കി ചെയ്യണം. പക്ഷേ ഇവിടെ സ്പീഡ് ആയതുകൊണ്ട് ചിലപ്പോൾ അത് ഈ ചെയ്യുന്നൊരു സാധനം വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അത് സിമ്പിളായിട്ടങ്ങ് ചെയ്തു പോകുന്നതാണ് നല്ലത്. അത് ചിലപ്പോൾ ഒരു ഗോഷ്ഠിയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് സ്പീഡിൽ ചെയ്യുമ്പോൾ. അതുകൊണ്ടാട്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നേരെ നോക്കി ചെയ്യുന്ന പോലെ പറഞ്ഞു തന്നെ. അപ്പോൾ അതെങ്ങനെ ചെയ്യും? തെയ് തെയ് ധിത്തി തെയ്, തെയ് തെയ് ധിത്തി തെയ്, തെയ് തെയ് ധിത്തി തെയ്, തെയ് തെയ് ധിത്തി തെയ്. ഇപ്പം ഞാൻ കാല് ചെയ്തത് റൈറ്റും ലെഫ്റ്റും മാറിയാണ്.
ഇനി ഒരേ കാലിൽ തന്നെ ചെയ്യണമെങ്കിൽ അതും കൂടെ ഞാനങ്ങ് പറഞ്ഞുതരാം. തെയ് തെയ് ധിത്തി തെയ് 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 ധിത്തി തെയ് 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 ധിത്തി തെയ് 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 ധിത്തി തെയ്. മനസ്സിലായോ? അപ്പം ഞാൻ ഈ മ്യൂസിക്കിൻ്റെ പോർഷൻ ഒന്നും കൂടെ ചേർത്ത് കളിച്ച് കാണിച്ചു തരാമേ. One, 2, 3, 4. Tay tay thiti tay 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 thiti tay 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 thiti tay 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 thiti tay. ഇത്ര എല്ലാവർക്കും മനസ്സിലായോ? അടുത്തത് പാട്ടിൻ്റെ പോർഷനാണേ. അപ്പോൾ ആദ്യം കൈകൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാല് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഇവിടെ പിടിക്കുക, കൈ ഇങ്ങനെ നമ്മുടെ കടകാമുഖം ഇങ്ങനെ വയ്ക്കും. ഇതയം ഇതയം എരികിൻട്രതേ എന്ന് പറയുമ്പോൾ രണ്ട് കയ്യിലും അളപത്മം ഇങ്ങനെ ചെറിയൊരു രൗദ്രവും കൂടെ കാണിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നടക്കും, അത്രേ ഉള്ളൂ. ഇതയം ഇതയം എരികിൻട്രതേ. ഇനി അടുത്തത് നമ്മൾ റൈറ്റ് കാലിങ്ങനെ പൊക്കി ജസ്റ്റ് ഇങ്ങോട്ടങ്ങ് നിൽക്കും. കൈ വരുന്നത് ഇങ്ങനെ 1, 2. നമ്മൾ റൈറ്റ് കോർണറിൽ നിന്ന് ജസ്റ്റ് ലെഫ്റ്റിലോട്ട് നോക്കും. ഇനി ബാക്കിലോട്ട് നമ്മൾ നടന്നു പോകുമ്പം കൈ ഇങ്ങനെ നമ്മുടെ അർദ്ധചന്ദ്രൻ തിരിച്ചു പിടിക്കും. തിരിച്ചു പിടിച്ചിട്ട് ഈ കൈ ഇങ്ങനെ വയ്ക്കും. മനസ്സിലായോ? അപ്പോൾ ബാക്കിലോട്ട് 4 സ്റ്റെപ്സ് നടക്കും. 1, 2, 3, 4. മനസ്സിലായല്ലോ? അടുത്തത് ഉള്ളം കൈയിൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉള്ളം കൈയിൽ ഒഴുകും തീർക്കും, ഇങ്ങനെ വെള്ളം ഒഴുകുന്നത് പോലെ കാണിക്കും. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് നടന്നു വരും. ഉള്ളം കൈയിൽ ഒഴുകും. നമ്മൾ കറങ്ങുന്ന ടൈമിൽ റൈറ്റ് സൈഡിൽ കൂടെ ആണ് കറങ്ങുന്നത്. കാലിങ്ങനെ അരമണ്ഡലത്തിൽ ജസ്റ്റ് ഇങ്ങനെ 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 ആക്കും. ബോഡിയും കൂടെ നമ്മൾ അതുപോലെ ഒന്ന് വളഞ്ഞു വരണേ. ഒഴുകും നീ. എന്നിട്ട് അടുത്തത് എന്നുയിരും ഉയരും. എൻ ഉയരും. മുകളിലോട്ട് നോക്കിയിട്ട് നോക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കിയാലും കുഴപ്പമില്ല. എന്നിട്ട് 1, 2. അത് ഡോളാഹസ്തോടെ അല്ലെങ്കിൽ ഇങ്ങനെ ഇടാം. ബാക്കിലോട്ട് നടന്നിട്ട് ഇരുവരും ഒരു മുറൈ, ഇരുവരും ഒരു മുറൈ. എന്നിട്ട് കാൺപൂവാന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ റൈറ്റ് ലെഗ് നീട്ടിയിട്ട് നമ്മൾ ലെഫ്റ്റ് കാല് ബാക്കിൽ കുത്തും. കാൺപൂവാ. ഇവിടെ വേണമെങ്കിൽ രണ്ട് കൈയും നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെ വരും? ഇരുവരും ഒരു മുറൈ കാൺപൂവാ. ഇനി ഒന്നും കൂടെ ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഇല്ലൈ നീ മട്ടും എന്നുടൽ. എന്നുടൽ എന്ന് പറയുമ്പം ഇത് കറക്റ്റായിട്ട് ചെയ്യണേ. ചിലർ ഇങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്നത് കാണാം. കൈ ശരിക്കും പതാക പിടിച്ചിട്ട് കൈ ഇങ്ങനെ മുകളിലോട്ട് പിടിച്ച് ചെവിയുടെ അടുത്ത് എത്തുമ്പോൾ അളപത്മമായിട്ട് തിരിഞ്ഞ് താഴേക്ക് വരണം. ഇതാണ് ആ കറക്റ്റ് വേ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാലെങ്ങനെ വരും? നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ബാക്കിലത്തെ റൈറ്റ് കോർണറിലോട്ട് കാലിങ്ങനെ പൊക്കി ലെഫ്റ്റ് കാലിങ്ങനെ നീട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങോട്ടൊന്ന് വളയും. ഇനി ആ ലെഫ്റ്റ് കാല് വീണ്ടും പൊക്കി നീട്ടിയിട്ട് റൈറ്റ് കാല് ബാക്കിൽ കുത്തും. അപ്പോൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് ഡോളാഹസ്തം കിടക്കും. ലെഫ്റ്റ് കൈ ഇങ്ങനെ 1, 2. ഇരുവരും തൊട്ട് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇരുവരും ഒരു മുറൈ കാൺപൂവാ ഇല്ലൈ നീ മട്ടും എന്നുടൽ. ഇനി അടുത്ത താത്തേ തേത്താം കളിക്കും. കൈ ഇങ്ങനെ അളപത്മം ക്രോസ് ചെയ്തിട്ടേ. നിങ്ങൾ ഈ സൗണ്ട് കേൾക്കുന്നത് ശ്രദ്ധിക്കേണ്ട കേട്ടോ. കാരണം റോഡിൻ്റെ സൈഡിൽ നിന്നിട്ടാണ് ഞങ്ങൾ ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സൗണ്ടൊക്കെ വരാം. അത് എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ ഇനി കൈ ഇങ്ങനെ അളപത്മം ക്രോസ് ചെയ്ത് പിടിച്ചിട്ട് താ തെയ് തെയ് താം. ഇനി ഒന്നെങ്കിൽ നമുക്ക് ധിത്തി തെയ് കളിക്കാം, അല്ലെങ്കിൽ വെറുതെ 2 സ്റ്റെപ്പ് നടന്നു പോവാം. ലെഫ്റ്റ് ഹാൻഡിൽ അളപത്മം, റൈറ്റ് ഹാൻഡിൽ തൃപ്പതാക ഇങ്ങനെ ജ്യോതി ഒരു തീ കാണിക്കുന്നത്. ഇതേ ധിത്തി തെയ് ധിത്തി തെയ്. ഇനി അടുത്തത് കാതൽ. കാതൽ കാണിക്കുന്നത് എങ്ങനെ? ലെഫ്റ്റ് കയ്യിൽ മുഷ്ടി പിടിക്കും, റൈറ്റ് കയ്യിൽ നമ്മുടെ ഈ കടകാമുഖം തിരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ 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 ചെയ്യും. കാതലൈ. എരിപ്പത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ എരിപ്പത് മുഴുമണ്ഡലത്തിൽ ചാടിയിരിക്കും. എരിപ്പത്. ഇനി ഫ്രണ്ടിലോട്ട് ഓടി സരിയാ ശരിയാണോ എന്ന് ചോദിക്കുകയാണേ. ഫ്രണ്ടിലോട്ട് വന്നിട്ട് സരിയാ. ഇനി ഇങ്ങനെ പിഴയാ. ബാക്കിലോട്ട് പിഴയാ. ഇനി ഓടി ഫ്രണ്ടിലോട്ട് വന്നിട്ട് വിടൈ നീ
അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മുകളിലോട്ട് നോക്കും. ഇനി ബാക്കിലോട്ട് വീണ്ടും പോകണ്ട, അവിടെ തന്നെ നിന്നിട്ട് റൈറ്റ് കാല് നീട്ടി ലെഫ്റ്റ് കാല് ബാക്കിൽ കുത്തും. അപ്പം സൊല്ലയ്യാ പറയാൻ പറയുക. ഓക്കെ, വീണ്ടും നമ്മളുടെ മാർഗഴിത്തിങ്കൾ തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ കൈകളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഈ പാട്ടും കൂടെ അറിയാമെങ്കിൽ നമുക്ക് നല്ല ആസ്വദിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു പാട്ടാണ് ശരിക്കും ഇത്. അപ്പോൾ നമുക്ക് ഈ പാട്ടിൻ്റെ പോർഷൻ എല്ലാം കൂടെ ചേർത്തൊന്ന് കളിച്ചു നോക്കിയാലോ. ഇതയം ഇതയം തൊട്ടേ 1 2 3 സ്റ്റാർട്ട്. ഇതയം ഇതയം എരികിன்றதே ടരരരരര അണകിன்றதே ഉള്ളം കയ്യിൽ ഒഴുകും നീർപ്പൂ இன்னுயிரும் தரைவதென்ன இருவரும் ஒரு முறை காண்போவா இல்லை நீ மட்டும் என்னோட கலையின்ற ஜோதியில் காதலை எரிப்பது சரியா பிழையா விடை நீ சொல்லையா மார்கழி திங்களல்ல வா மதி கொஞ்சம் நாளல்லவா இது கண்ணன் வரும் பொழுதல்லவா ஒரு முறை உனது திருமுகம் பார்த்தா விடை பெறும் உயிரல்லவா ஒரு முறை உனது திருமுகம் பார்த்தா விடை பெறும் உயிரல்லவா வருவா தலைவா വെറും കനവാ. ഇത്ര എല്ലാവർക്കും മനസ്സിലായോ? ഇനി ഒരു മ്യൂസിക്കിൻ്റെ പോർഷനും അതിൻ്റെ വരിയും കൂടെ കഴിഞ്ഞാൽ ഈ ഒരു പാട്ട് കംപ്ലീറ്റ് ചെയ്യാം. അടുത്തത് വീണ്ടും ഒരു മ്യൂസിക്കിൻ്റെ പോർഷനാണ്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഇത് ഞാനൊരു താളം, അതായത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിക്ക് 1 2 3 ഒക്കെ പറഞ്ഞിട്ടും ആ ഒരു രീതിക്ക് ഞാനൊരു താളത്തിൽ സ്റ്റെപ്സ് പറഞ്ഞു തരാം. നിങ്ങൾ ആ ഒരു ടൈമിങ് വെച്ചിട്ട് പഠിച്ചോ. കാര്യം ഇതല്ലാതെ ഇപ്പം ഡാൻസ് അത്രയും പഠിച്ച ആൾക്കാർക്ക് ചിലപ്പോൾ അത് അല്ലാത്ത രീതിക്ക് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ എൻ്റെ ട്യൂട്ടോറിയൽ കാണുന്നത് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ബിഗിനേഴ്സ് ഉൾപ്പെടെ പലരും കാണുന്നതാണ് വീഡിയോ. അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിക്ക് തന്നെ മാക്സിമം വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതെങ്ങനെ പറ്റും എന്നുള്ള രീതിക്ക് പേടിക്കുകയൊന്നും വേണ്ട. ഞാനിപ്പോൾ പറയുന്ന ഒരു ടൈമിങ് അത് വെച്ച് നിങ്ങളങ്ങ് കാണാതെ ആ സ്റ്റെപ്സ് ആ ഒരു ടൈമിങ്ങിൽ പഠിച്ചാൽ മതി. എന്നിട്ട് പാട്ടിട്ട് കളിക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് വരും. ഓക്കെ, അപ്പോൾ തുടങ്ങിയാലോ. അപ്പോൾ കൈ വരുന്നത് കടകാമുഖം പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ 1 2 3 എങ്ങനെ 1 2 3. അപ്പോൾ കാലിങ്ങനെ ഇങ്ങനെ വരും. നമ്മൾ ജസ്റ്റ് ആദ്യം ഒന്ന് ചാടിയിട്ട് ഇങ്ങനെ 1 2 3. ഇനി കൈ ക്രോസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് കുതിച്ചിട്ട് റൈറ്റ് കാല് ചവിട്ടി ലെഫ്റ്റ് കാലിങ്ങനെ നീട്ടും. അപ്പോൾ നമ്മുടെ കൈ കണ്ടോ, രണ്ടും കടകാമുഖമായി. ലെഫ്റ്റ് കൈ മുകളിൽ, റൈറ്റ് കൈ താഴെ. അപ്പോൾ ചേർത്ത് കളിക്കുമ്പം 1 2 3 ജം തരി തക്കിട്ട താം എന്ന് പറയുമ്പം താം. ഓക്കെ, അപ്പോൾ താളം എങ്ങനെ വരും? 1 2 3 1 ത ജം താം. ക്ലിയർ ആണോ? അടുത്തത് ലെഫ്റ്റ് കൈ ഇവിടെ പിടിക്കുക, റൈറ്റ് കൈ ഇവിടെ പിടിച്ചിട്ട് കൈ ഇങ്ങനെ അകത്തേക്ക് വന്നിട്ട് നേരെ. കാല് വരുന്നത് രണ്ട് കാലും ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ, വീണ്ടും ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ. നോട്ടം മുകളിലും നേരെയും വരും. ധിത്ത ധിത്ത തെയ് ധിത്ത് തെയ്. അത് നമ്മൾ ഫസ്റ്റ് റൈറ്റ് കോർണറിലോട്ട് തെയ് ധിത്തി തെയ്. ഇനി തക്ക, ആ തക്ക എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് ഒന്നും ചവിട്ടത്തില്ല, കൈ ഇങ്ങനെ കറക്കിയെടുക്കും. ലെഫ്റ്റ് കോർണറിലോട്ട് തെയ് ധിത്തി തെയ്. ഇത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാതെ നമ്മൾ തെയ് തെയ് ധിത്ത് തെയ് കുറച്ച് മുന്നേ ഇതിന് മുന്നത്തെ പോർഷനിൽ കളിച്ചിട്ടുണ്ട്. ഇവിടെ 2 ചവിട്ടില്ല, ഒരു ചവിട്ട്. തെയ് ധിത്തി തെയ് അത്രേ വരൂ. അപ്പോൾ ഇതൊന്ന് ചേർത്ത് നമുക്ക് ചെയ്തു നോക്കിയാലോ. 1 2 3 1 തജ്ജം താം ധിത്ത ധിത്ത തെയ് ധിത്തി തെയ് തക്ക തെയ് ധിത്തി തെയ്. അത് കഴിഞ്ഞിട്ട് അവിടെ ഈ തക്കയ്ക്കുള്ള ടൈം അടുത്തത് കിട്ടത്തില്ല. അടുത്തത് വരുന്നത് ലെഫ്റ്റ് കൈ ഇവിടെ പിടിക്കും, റൈറ്റ് കൈ താമ്രചൂടം പിടിച്ചിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ എടുക്കും. ഇവിടെ 3 തെയ് ധിത്ത് തെയ്യാണ് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ കൈ എങ്ങനെ? തെയ് ധിത്തി തെയ്. രണ്ടാമത്തെ കൈ ലെഫ്റ്റ് കൈയിൽ കടകാമുഖം പിടിച്ചിട്ട് അളപത്മം നീട്ടും. അത് ലെഫ്റ്റ് കാലിൽ കളിക്കും. തെയ് ധിത്തി തെയ്. ഇനി അടുത്തത് ഈ കൈ എടുത്ത്
നമ്മുടെ തലയുടെ മുകളിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ചരിഞ്ഞ് താഴേക്ക് നോക്കും. തെയ് ധിത്തി തെയ്. മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ്? തെയ് ധിത്തി തെയ്, തെയ് ധിത്തി തെയ്, തെയ് ധിത്തി തെയ്. ഇനി അടുത്ത സ്റ്റെപ്പ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ കടകാമുഖം പിടിച്ചിട്ട് ചാടി ഇങ്ങനെ തജ്ജം തജ്ജം എന്നിട്ട് കൈ ഇങ്ങനെ കറക്കി കടകാമുഖത്തിൽ കൊണ്ടുവരും. ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നവർക്ക് മുഴുമണ്ഡലം ഇരിക്കാം, അല്ലാത്തവർക്ക് അരമണ്ഡലം ഇരുന്നാൽ മതി കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എങ്ങനെ വരും? തജ്ജം. ഇനി റൈറ്റ് കാല് ബാക്കിലോട്ട് നീട്ടും. തജ്ജം. ഇനി ഈ റൈറ്റ് കാല് കറക്കി ലെഫ്റ്റ് സൈഡിൽ കൂടെ കറങ്ങി ഇങ്ങനെ വരും. ഇനി അടുത്തതെന്ന് പറയുന്നത് കാല് വരുന്നത് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് കറങ്ങുന്ന ഒരു സംഭവമുണ്ട്. അപ്പോഴും നമ്മുടെ റൈറ്റ് കാല് ഫ്രണ്ടിൽ, ലെഫ്റ്റ് കാല് ബാക്കിൽ കുത്തും. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ കറങ്ങി വരും. ഓക്കെ. 1 2 3 4 ഇത്രയാണ് സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ ഇതിന് കൈയെന്ന് പറയുന്നത് റൈറ്റ് സൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് കൈക്ക് വേറെ റോളൊന്നുമില്ല. നമ്മളിങ്ങനെ കടകാമുഖം തിരിച്ചു പിടിച്ചിരിക്കും. റൈറ്റ് കൈ കടകാമുഖം പിടിച്ചിട്ട് അളപത്മം കടകാമുഖം, അളപത്മം കടകാമുഖം, പതാക. ഇനി തിരിച്ച് ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പം അളപത്മം കടകാമുഖം, അളപത്മം കടകാമുഖം, പതാക. ഇനി വീണ്ടും കൈ തിരിഞ്ഞു വരും. അളപത്മം ഇങ്ങനെ കറക്കി ഇങ്ങനെ കൊണ്ടുവരും. 1 2 3 4. മനസ്സിലായോ? ഇത് ഞാൻ ചേർത്ത് തന്നു. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി ഈ ടൈമിങ്ങിൽ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ മ്യൂസിക്കിനൂടെ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ അത് ചേർത്ത് നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. 1 2 3 1 തജ്ജം താം ധിത ധിത തെയ് ധിതി തെയ് തക്ക തെയ് ധിതി തെയ് തെയ് ധിതി തെയ് തെയ് ധിതി തെയ് തെയ് ധിതി തെയ് തജ്ജം തജ്ജം തജ്ജം. 1 2 3 4 5 1 2 3 4 5 തക്കിട്ട 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 തക്കിട്ട. ക്ലിയർ ആണോ? ഇങ്ങനെ ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പാട്ടും കൂടെ വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും കേട്ടോ. എല്ലാവർക്കും ചെയ്യാനും പറ്റും, അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി അടുത്തത് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സെക്കൻഡ് താത്തേ തേത്താമിൻ്റെ പകുതി, അതായത് രണ്ടാമത്തെ പരവലടവിൻ്റെ പകുതി, അതിനുശേഷം മൂന്നാമത്തെ പരവലടവിൻ്റെ സെക്കൻഡ് ഹാഫ്. എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. താ തേയ് തേയ് താം ധിത് തേയ് തേയ് താം താ തേയ് തേയ് താം ധിത് തേയ് തേയ് താം. അത് കഴിഞ്ഞ് മൂന്നാമത്തെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പം നമ്മൾ കോർണറിലോട്ടായിരിക്കും കളിക്കുന്നത്. താ തേയ് തേയ് താം ധിത് തേയ് തേയ് താം താ തേയ് തേയ് താം ധിത് തേയ് തേയ് താം. മനസ്സിലായോ? ഇനി അടുത്ത സ്റ്റെപ്പാണേ. നമ്മളിങ്ങനെ ലെഫ്റ്റ് കയ്യിൽ നാട്യാരംഭം പതാക കമഴ്ത്തി പിടിക്കും. ഇതിൻ്റെ കാലാദ്യം കാണിച്ചു തരാം. റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് 1 2 3 4 ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് 1 2 3 4. നമ്മുടെ തെയ്യാ തെയ്യ് എന്ന് പറഞ്ഞ അടവാ കേട്ടോ. അപ്പോൾ ലെഫ്റ്റ് കൈ ഇങ്ങനെ നീട്ടി പിടിക്കും, റൈറ്റ് കൈ പതാക തിരിച്ചു പിടിക്കും. റൈറ്റ് സൈഡ് ചെയ്യുമ്പോൾ നമ്മൾ റൈറ്റിലോട്ട് വളഞ്ഞ് 1 2 എന്ന് പറയുമ്പോൾ കൈ കമഴ്ത്തും. വീണ്ടും 1 2. ഇനി രണ്ട് കൈ മുകളിലോട്ട് നേരെ, മുകളിലോട്ട് നേരെ. ഇതുപോലെ നമ്മൾ ലെഫ്റ്റ് സൈഡും ചെയ്യും. കുറച്ച് ഫാസ്റ്റാണ് ഈ പോർഷൻ. അപ്പോൾ എങ്ങനെ ചെയ്യും? 1 2 3 4 1 2 3 4. അത് കഴിഞ്ഞ് തെയ് തെയ് ധിത്തി തെയ് 1 2 3 ധിത്തി തെയ്. തെയ് തെയ് ധിത്തി തെയ് എന്ന് വെച്ചാൽ 1 2 ധിത്തി തെയ് 1 2 3 ധിത്തി തെയ്. എന്നിട്ട് പതുക്കെ ഈ കൈ ഇങ്ങനെ കറക്കി എടുത്തിട്ട് നമ്മുടെ ലെഫ്റ്റ് കൈ അങ്ങ് മുകളിൽ കടകാമുഖം പിടിക്കുവേ. റൈറ്റ് കൈ കടകാമുഖം പിടിച്ചിട്ട് നമ്മൾ കാലിങ്ങനെ ഒരുപാട് സ്ട്രെച്ച് ചെയ്യത്തില്ല, സമത്തിൽ നിന്നിട്ട് ലെഫ്റ്റ് കാല് പൊക്കി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നീട്ടും. അപ്പോൾ നമ്മുടെ കൈ പോകുന്നത് റൈറ്റ് കോർണറിലോട്ടാണേ. 1. എന്നിട്ട് നമ്മൾ ലെഫ്റ്റിൽ കൂടെ പതുക്കെ കറങ്ങി ഇങ്ങനെ വന്ന് നിൽക്കും. ഓക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു പോർഷൻ തൊട്ട് ചേർത്ത് കളിച്ച് കാണിച്ചു തരാം. പതുക്കെ കൈ കറക്കും. 1 2. ഇത്രയും മനസ്സിലായോ? ഇനി ലാസ്റ്റത്തെ ആ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. അടുത്തത് നമ്മൾ കൈ ഇങ്ങനെ അളപത്മം പിടിക്കും. സുന്ദരമായ എന്ന് കാണിക്കുന്ന കേട്ടോ. ജസ്റ്റ് കൈ ഇങ്ങനെ ഒന്ന് ഇതാക്കിയേക്കണേ. അപ്പോൾ ഇങ്ങനെ ഇനി കാലിങ്ങനെ കറക്കിയെടുക്കും. എന്നിട്ട് പറയും വിഷമമെല്ലാം വിട്ടുകളാം. ഓക്കെ.
അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഇങ്ങനെ തജം 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 തജം. കൈ ഇങ്ങനെ നീട്ടുന്ന കൈ അളപത്മമായിരിക്കും, നെഞ്ചിൻ്റെ അടുത്തിരിക്കുന്ന കൈ കടകാമുഖമായിരിക്കും. 2 എണ്ണം താഴെയും 2 എണ്ണം ഫ്രണ്ടിലത്തെ കോർണറിലോട്ടും ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ്, അങ്ങനെ മൊത്തം 4 എണ്ണം ചെയ്യും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് കൈ ഇവിടെ പിടിക്കും, റൈറ്റ് കൈ ഇങ്ങനെ നാളെ വരും, എന്നിട്ട് തക്ക ധീമി തക്ക ധീമി. ഇവിടെ തക്ക ധീമിയാണ് കാണിക്കുന്നത്. ആദ്യം 4 എണ്ണം ഇങ്ങനെ തക്ക ധീമി 4 എണ്ണം ഇല്ല കേട്ടോ, 2 എണ്ണമേ ഉള്ളൂ. തക്ക ധീമി, എന്നിട്ട് കൈ ഇങ്ങനെ ധീമി തക്ക ധീമി തക്ക ധീമി തക്ക ധീമി. ഇനി തജ്ജം കളിച്ച് കറങ്ങും. 1 2 3 4 5 6 ഫ്രണ്ടിലോട്ട് 1 2 3. കാലും കൈയും കൂടെ ചെയ്യുമ്പോൾ എങ്ങനെ വരും? ലെഫ്റ്റ് കൈ ആയിരിക്കും നീട്ടുന്നത്, റൈറ്റ് കാലും. 1 2. ഇനി റൈറ്റ് കാല് പൊക്കുമ്പം ആ റൈറ്റ് കൈ തന്നെ ഇങ്ങനെ മുകളിലോട്ട് പിടിക്കും. അപ്പോൾ ചേർത്ത് ഞാൻ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. തജം 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 1 2 3. ഇത്ര എല്ലാവർക്കും മനസ്സിലായോ? അടുത്തത് നമ്മൾ നേരത്തെ എടുത്ത കയ്യിലെ ആ കാതലിൻ്റെ, അപ്പോൾ അത് താത്തൈ തേയ്ത്താം കളിക്കും. താത്തൈ തേയ്ത്താം. ഇനി കൈ കടകാമുഖം പിടിച്ചിട്ട് അളപത്മം, ഒന്നെങ്കിൽ മുകളിൽ 2 കൈയും കടകാമുഖം, അല്ലെങ്കിൽ റൈറ്റ് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ലെഫ്റ്റ് കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കും. താത്തൈ തേയ്ത്താം. ഓക്കെ. അപ്പോൾ എങ്ങനെ വരും? നം കാതൽ ജ്യോതി കലയും ജ്യോതി. എന്നിട്ട് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ 2 സ്റ്റെപ്പ് നടക്കും. 1 2. റൈറ്റ് കാലെടുത്ത് വയ്ക്കുമ്പോൾ നമ്മൾ ലെഫ്റ്റ് കോർണറിലോട്ട് നോക്കും, തിരിച്ച് ചെയ്യുമ്പം റൈറ്റ് കോർണറിലോട്ട് നോക്കും. 1 2 3 4. വാ വാ. അത് കഴിഞ്ഞിട്ട് കൈ ഇങ്ങനെ കടകാമുഖം പിടിച്ചിട്ട് റൈറ്റ് ലെഫ്റ്റ് 1 2 തജ്ജം. തിരിച്ച് ലെഫ്റ്റ് റൈറ്റ് 1 2 തജ്ജം. ഇത് ചേർത്തൊന്ന് കളിച്ച് നോക്കിയാലോ? കാതൽ ജ്യോതി. നം കാതൽ ജ്യോതി കലയും ജ്യോതി. സോറി കേട്ടോ, ഇത് റൈറ്റ് സൈഡ് മാത്രമേ ഉള്ളൂ കേട്ടോ, ലെഫ്റ്റ് ഇല്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും കാതൽ ജ്യോതി. അപ്പം നമ്മൾ തക്കഥിമി കളിക്കും. കാതൽ ജ്യോതി കലയും ജ്യോതി. ഇനി താത്തൈ തേയ്ത്താം ഫ്രണ്ടിലോട്ട് കളിക്കും. താത്തൈ തേയ്ത്താം ധിത്തൈ തേയ്ത്താം. ഇനി തെയ് തെയ് ധിത്ത് തെയ് ആണേ. അപ്പോൾ കാലെങ്ങനെ വരും? റൈറ്റ് ലെഫ്റ്റ് ധിത്തി തെയ്, ലെഫ്റ്റ് റൈറ്റ് ധിത്തി തെയ്. പക്ഷേ ഇത് സ്പീഡിലാണ്. തെയ് തെയ് ധിത്തി തെയ്, തെയ് തെയ് ധിത്തി തെയ്. മനസ്സിലായോ? ഇനി അടുത്തത് കൈ ലെഫ്റ്റ് കയ്യിൽ അളപത്മം, റൈറ്റ് കയ്യിൽ തൃപ്പതാക. ജ്യോതി എപ്പടി, എന്നിട്ട് മുഴുമണ്ഡലത്തിൽ ചാടിയിരിക്കും. ജ്യോതിയെ എരിക്കും. ഇനി ഇത് തക്കഥിമി കളിക്കും വീണ്ടും. ജ്യോതി എപ്പടി, ജ്യോതിയെ എരിക്കും. നമ്മൾ നേരത്തെ ആ തെയ് തെയ് ധിത്തത്തെ കാല് ബാക്കിൽ നിന്ന് എടുത്ത് കളിച്ചത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കളിക്കും. കൈ ഇങ്ങനെ വാ എന്നുള്ള കൈ. തെയ് തെയ് ധിത്തി തെയ്, തെയ് തെയ് ധിത്തി തെയ്. ഞാൻ ചേർത്തൊന്ന് കളിച്ച് കാണിച്ചു തരാവേ. ലാസ്റ്റ് പോർഷൻ. തജം 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 നമ്പിക്കൈ വളർത്ത് വിട്. 1 2 3 4 5 6 1 2 3. നം കാതൽ ജ്യോതി കലയും ജ്യോതി. വാ വാ. 1 2 1 2 3 4. കാതൽ ജ്യോതി കലയും ജ്യോതി. തെയ് തെയ് ധിത്ത് തെയ്, തെയ് തെയ് ധിത്തി തെയ്. ഇച്ചിരി ബാക്കിലോട്ടേക്കാണേ. ജ്യോതി എപ്പടി, ജ്യോതിയെ എരിക്കും. ജ്യോതി എപ്പടി, ജ്യോതിയെ എരിക്കും. തെയ് തെയ് ധിത്തി തെയ്, തെയ് തെയ് ധിത്തി തെയ്. ഇത് നമ്മളുടെ മാർഗഴി തിങ്കളല്ലവാ ആദ്യം കളിച്ചത്. മാർഗഴി തിങ്കളല്ലവാ മതി കൊഞ്ചും നാളല്ലവാ
ഇത് കണ്ണൻ പൊഴുതല്ലവാ. ഇത് സംഭവം ഇത് കണ്ണൻ വരും കഴിയുമ്പം അതിൻ്റെ കൂടെ തന്നെ വീണ്ടും മാർഗഴി തിങ്കളല്ലവായുടെ സ്റ്റെപ്പ് തുടങ്ങും. സ്റ്റെപ്പല്ല സോറി, പാട്ട് ഒരേ സമയത്ത് കോറസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിങ്ങ് കളിച്ചാൽ മതി. 1 2 ഇങ്ങനെ നിൽക്കും. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറങ്ങി ബാക്കിലത്തെ ലെഫ്റ്റിലോട്ടോ റൈറ്റ് കോർണറിലോട്ടോ പോകാം. ഇങ്ങനെ വരും. എന്നിട്ട് ഇങ്ങനെ തിരക്കി വരുക. കൃഷ്ണനെ കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെ കൈ ഇപ്പുറത്താണേ. ഇങ്ങനെ കൃഷ്ണനെ തിരക്കിയിട്ട് അങ്ങോട്ടിങ്ങനെ പോവുക. കാണുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ എന്ത് ചെയ്യും, എല്ലായിടത്തും തിരക്കി കാണുന്നില്ല. അപ്പോഴും കൃഷ്ണനെ കണ്ട് ഓടിപ്പോയി പിടിച്ചിട്ട് വന്നിട്ട് 1 2 3 4 5 എന്ന് പറയുമ്പം ഇങ്ങനെ അങ്ങ് നിൽക്കുന്ന പോലെ. 2 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് കൃഷ്ണനും ഒരാൾക്ക് രാധയും ആവാം. ഇതിങ്ങനെ ഒരു ടൈമിംഗ് ഇല്ല. നിങ്ങൾ സംഭവം എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കി അങ്ങ് അഭിനയിച്ച് ചെയ്താൽ മതി. കാര്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരു ഹമ്മിങ് പോലെയും ഈ വരികൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നല്ല ലെങ്തി സോങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ട്യൂട്ടോറിയൽ ഇങ്ങനെ കുറച്ച് സമയത്തിനകത്ത് നിർത്തി പറഞ്ഞു തരുന്നതിൽ പരിമിതികളുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിക്ക് 1 2 3 ഒക്കെ വെച്ചിട്ട് പറഞ്ഞു തരുന്നത് അതിൻ്റെ റീസൺ അതാട്ടോ. അപ്പോൾ കുറച്ച് ഓരോ പോർഷനായിട്ട് നിങ്ങൾ കളിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഞാനിത് ഫുൾ സോങ് ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യാം. കാര്യം ഷോർട്സിൻ്റെ സെക്ഷനിൽ ഓരോ പാർട്ടായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടാറില്ല. അത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഫുൾ സോങ് ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ഡാൻസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഉറപ്പായിട്ടും എല്ലാവരും പഠിച്ച് എവിടെയെങ്കിലും പെർഫോം ചെയ്യുക. അതിൻ്റെ വീഡിയോയുടെ ലിങ്കും എല്ലാം എനിക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷം കേട്ടോ. ഉടനെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ടെത്താം. അതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണും അമർത്തുക. ബൈ.